റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോയിൽ 4ാം ക്ലാസ്സിലെ താരീഖിലെ 1ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ് നോക്കുന്നത്. ഇവിടെ ഒന്നാമതായിട്ട് ഉത്തരം എഴുതാം 3 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഇസ്ലാമിലേക്ക് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ക്ഷണിച്ചത് എങ്ങനെ? ഇസ്ലാമിലേക്ക് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളെ ക്ഷണിച്ചത് എങ്ങനെയാണ് എന്നാണ് പാഠഭാഗത്തെ 2ാമത്തെ വരിയിൽ അതിൻ്റെ ആൻസർ പറയുന്നുണ്ട്. എന്താണ് തുടക്കം? എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബൂവത്ത് ലഭിച്ചതിനെ തുടർന്ന് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. രഹസ്യമായിട്ടായിരുന്നു ക്ഷണം. അപ്പോൾ എങ്ങനെ എഴുതാം? രഹസ്യമായിട്ടായിരുന്നു എന്ന് എഴുതാം, അല്ലെങ്കിൽ രഹസ്യമായി എന്ന് എഴുതാം. എങ്ങനെയെന്നാണല്ലോ ചോദിച്ചത്, അപ്പോൾ രഹസ്യമായി എന്ന് പറയാം. 2ാമത്തെ ചോദ്യം എന്താ? രഹസ്യക്ഷണം കാരണമായി എന്ത് സംഭവിച്ചു? രഹസ്യമായി ക്ഷണിച്ചത് കാരണം എന്താണ് സംഭവിച്ചത്? അതതിൻ്റെ തൊട്ടു താഴെ അടുത്ത വരിയിൽ പറയുന്നുണ്ട്. 3 വർഷമാണ് അപ്രകാരം ക്ഷണിച്ചത് എന്ന് പറഞ്ഞതിന് ശേഷം അത് പറയുന്നു. നോക്കൂ, അതിൻ്റെ ഫലമായി പലരും ഇസ്ലാമിലേക്ക് വന്നു. അപ്പോൾ എന്താണ് ഇത്? പലരും ഇസ്ലാമിലേക്ക് വന്നു എന്ന ആൻസർ ചെയ്താൽ പലരും ഇസ്ലാമിലേക്ക് വന്നു. 3ാമത്തെ ചോദ്യം എന്താ? ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരെല്ലാം? ആദ്യമായിട്ട് ആരൊക്കെയാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്? അതതിൻ്റെ തൊട്ട് താഴെ പാഠഭാഗത്തിൽ ബോക്സിലാക്കിയിട്ട്, നീല ബോക്സിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇവിടെ ആരെല്ലാം എന്ന് ചോദിച്ചാൽ പേരുകൾ മാത്രം എഴുതിയാൽ മതി. ആരൊക്കെയാണ്? അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ. ഞാൻ ചുരുക്കിയിട്ട് പേരെഴുതാണ്, നിങ്ങൾ എഴുതുമ്പോൾ പുസ്തകത്തിൽ നോക്കി മുഴുവനായിട്ട് എഴുതുക. 2ാമത് ഖദീജ റളിയല്ലാഹു അൻഹ. 3ാമത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഞാൻ ചുരുക്കി എഴുതാണ്, നിങ്ങൾ നോക്കി ഫുള്ളായിട്ട് എഴുതുക പേര്. 4ാമതായിട്ട് സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ 4 ആൾക്കാരാണ് ആദ്യമായി ഇസ്ലാമിലേക്ക് വന്നത്. ഇനി 2ാമത്തെ വർക്ക് എന്താ? വ്യക്തമാക്കാം. എന്താണ് വ്യക്തമാക്കേണ്ടത്? പിതാക്കളുടെ പേരുകൾ. പിതാക്കളെ ഉപ്പാരെ പേരാണ് എഴുതി കൊടുക്കേണ്ടത്. ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ച 4 ആളുകളെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവരെപ്പാടെ പേരാണ് എഴുതേണ്ടത്. അപ്പോൾ അതെങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ച 4 ആളുകളെ പേരുകൾ, അഥവാ പുരുഷന്മാരിൽ, അതേപോലെ സ്ത്രീകളിൽ, കുട്ടികളിൽ, അടിമത്ത മോചനം ലഭിച്ചവരിലൊക്കെ പിന്നെ ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചവരെ പേര് നമ്മൾ പഠിച്ചല്ലോ. അവരെ പേര് പറയുന്നതിൻ്റെ കൂടെ അവരെപ്പാടെ പേരും കൂടെ കൂട്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ പേരുകൾ എഴുതി കൊടുത്താൽ മതി. ഒന്നാമതായിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഖദീജ ബീവിയുടെ ഉപ്പാൻ്റെ പേര് നമ്മളവിടെ പഠിച്ചത് എങ്ങനെയാണ്? ഖദീജ ബിൻതു ഖുവൈലിദ്. ഖുവൈലിദിൻ്റെ മകൾ ഖദീജ എന്നാണ്. റളിയല്ലാഹു അൻഹ. അപ്പോൾ ഉപ്പാൻ്റെ പേരെന്താണ്? ഖുവൈലിദ് എന്നാണ്. ഖുവൈലിദ്. പിന്നെ 2ാമത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ അള്ളാഹുവിൻ്റെ ഉപ്പാൻ്റെ പേരെന്താണ്? നമ്മളെന്താണ് അവിടെ പഠിച്ചത്? അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ എന്നാണ്. റളിയല്ലാഹു അൻഹു. അപ്പോൾ അബൂ ഖുഹാഫ എന്നാണ് ഉപ്പാൻ്റെ പേര്. അബൂ ഖുഹാഫ. ഇനി 3ാമതായിട്ട് സെയ്ദ് റളിയല്ലാഹു അൻഹു. സെയ്ദ് റളിയല്ലാഹുവിൻ്റെ ഉപ്പാൻ്റെ പേരെന്താ? പിതാവിൻ്റെ പേര് നമ്മൾ ഇങ്ങനെ പഠിച്ചത് സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു എന്നാണ് പഠിച്ചത്. ഹാരിസയുടെ മകൻ സെയ്ദ്. അപ്പോൾ ഉപ്പാൻ്റെ പേരെന്താണ്? ഹാരിസ. പിന്നെ 4ാമതായിട്ട് അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു. അപ്പോൾ ഉപ്പാൻ്റെ പേരെന്താണ്? നമ്മൾ പഠിച്ചത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്നാണ്. അപ്പോൾ ഉപ്പാൻ്റെ പേര് അബീ ത്വാലിബ് അല്ലെങ്കിൽ അബൂ ത്വാലിബ് എന്നൊക്കെ എഴുതാം. അപ്പോൾ ഉപ്പാൻ്റെ പേരെന്താണ്? അബൂ ത്വാലിബ് എന്നാണ്. അബൂ ത്വാലിബ്. പഠിക്കുമ്പോൾ ആ പേരിൻ്റെ കൂടെ മുഴുവനായിട്ടാണ് പഠിക്കപ്പാടെ പേരും കൂടി കൂട്ടി പഠിച്ചാൽ അപ്പോൾ ഈ ചോദ്യത്തിനൊക്കെ കൃത്യമായ ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
സ്ക്രീനിൽ കാണിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.